പ്രകൃതി മനോഹരമായ ആ നാട്ടിൻ പ്രദേശത്ത് ആ കടവിൽ നിന്നുകൊണ്ട് ആ വള്ളക്കാരൻ ചോദിക്കുകയാണ്, വരുവിൻ വേഗം ഇക്കടത്തു വഞ്ചിയിൽ വിരവിലക്കരെ പോകാം, വരുവിൻ വേഗം ഇക്കടത്തു വഞ്ചിയിൽ വിരവിലക്കരെ പോകാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളാരും അക്കരയ്ക്ക് പോകണ്ട. നിങ്ങൾ ആരെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആളിക്കരയ്ക്ക് വരുന്നുണ്ട്. ആ കാണുന്ന വഞ്ചിയുടെ അമരത്തിരിപ്പുണ്ട് ആൾ. വഞ്ചി നിറയെ പാൽക്കുടങ്ങൾ നിരത്തി വെച്ച് തെരുവിൽ പാൽ വിൽക്കാൻ പോവുകയാണ്. വഞ്ചി നിറയെ പാൽക്കുടങ്ങൾ നിരത്തി വെച്ച് വരുന്നവൾ മെല്ലെ പാടുന്നുണ്ട്. പാടിയും തുഴഞ്ഞും വഞ്ചി വന്നു നിന്നത് ഞങ്ങളുടെ വീടിൻ്റെ തെക്കേ മൂലയിലാണ്. നാഴിയൂരി പാല് ഞങ്ങളും വാങ്ങുന്നുണ്ട്. പാലും പാത്രവുമായി പെണ്ണ് ഓടി വരികയാണ്. പാലും പാത്രവും തിണ്ണയിൽ വെച്ചിട്ട് അപ്പോഴേക്കും അവൻ ചോദിക്കുകയാണ്, പെണ്ണേ നിൻ്റെ പേരെന്താണ്? പെണ്ണേ നിൻ്റെ പേരെന്താണ്? എന്തിനാണ്? അവളുടെ കിലുങ്ങുന്ന മണിയൊച്ച കേൾക്കുവാൻ. എപ്പോഴും മറക്കുന്ന ചേട്ടൻ, എപ്പോഴും മറക്കുന്ന ചേട്ടൻ. ആയിഷ പോട്ടെ പാത്രം തിരിയെ തരൂ ചേട്ടാ, അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളം. അവൻ വരി ചെയ്തില്ല. അവൻ മേശപ്പുറത്ത് കിടന്ന പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. ആയിഷ പോട്ടെ പാത്രം തിരിയെ തരൂ ചേട്ടാ. അവൻ ഇതൊന്നും കേട്ട ഭാവം നടിച്ചില്ല. അവൾ ദൂരയ്ക്ക് പൊയ്ക്കഴിഞ്ഞു. വള്ളവും തുഴഞ്ഞ് അവൾ പൊയ്ക്കഴിഞ്ഞു. ആഹാ, പിണങ്ങിയോ? കളിയായി ഞാനൊന്നു കളിയാക്കിയപ്പോൾ കരയുന്നു നീയുന്നു കനകമേ നീ. കൈകളിൽ പൊട്ടി പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും. കൈകളിൽ പൊട്ടി പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും. പ്രശാന്തസുന്ദരമായ ആ നാട്ടിൻ പ്രദേശത്ത് ഒരു മഞ്ഞത്തുമ്പിയെ പോലെ പാറി നടക്കുന്ന ഒരു പൊന്നോമന പെൺകുട്ടി ആയിഷ.